हेलो फ्रेंड्स, वेलकम टू माय चैनल। ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് റവയുടെ പൂരിയാണ്। आज हम बनाने जा रहे सूजी पूरी। दिखाएंगे कैसे। 1.5 कप റവയാണ് എടുത്തിരിക്കുന്നത്। 2.5 कप सूजी लिया है। 1 टेबल स्पून നെയ്യ് ഇട്ട് കൊടുക്കുക। 1 टेबल स्पून घी डाल रहे। नमक डाल रहे। ഉപ്പ് നമുക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുക। കൈ വെച്ച് നല്ലതായിട്ട് എടുക്കണം। നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം। अच्छे से हाथ से थोड़ा रब करना है। റവയ്ക്കകത്തോട്ട് നെയ്യും ഉപ്പും ഒക്കെ ഇട്ട് നല്ലതായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്। सूजी में नमक और घी अच्छे से मिला दिया है। देखिए अभी डालना है एकदम बॉइल्ड वाटर। നല്ലതായിട്ട് തിളച്ച 2.5 കപ്പ് വെള്ളം ഒഴിച്ച് വെക്കാം। 2.5 കപ്പ് റവയ്ക്ക് 2.5 കപ്പ് വെള്ളം। 2.5 कप सूजी के लिए 2.5 कप पानी। एकदम ബോയിൽഡ് വാട്ടർ डालना है। നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്। നല്ലതായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം। अच्छे से मिक्स कर दीजिए। നല്ലതായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെക്കാം നമുക്കിത്। अच्छे से मिक्स करके 10 मिनट रखना है। 10 मिनट നമുക്ക് അടച്ചു വെക്കാം। കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്। छोटा प्याज लिया है। मिक्सी का जार में डाल दो। മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം। 1 टीस्पून ജീരകം എടുത്തിട്ടുണ്ട്। 1 टीस्पून जीरा लिया है, वो भी डालेंगे। ലസു വെളുത്തുള്ളി അതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ക്രഷ് ചെയ്തെടുക്കണം। ഇതിനകത്ത് വെള്ളം ഒട്ടും തന്നെ ചേർക്കരുത്। इसमें पानी बिल्कुल नहीं डालना है। നല്ലതായിട്ട് ക്രഷ് ചെയ്തിട്ടുണ്ട്। अच्छे से क्रश करके रखा है। अभी आधा कोकोनट लिया है। പകുതി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്। അതും കൂടെ നല്ലതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം। നല്ലതായിട്ട് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ। अच्छा सा क्रश करके लिया है। अभी सूजी 10 मिनट हो गया। ये नारियल इसमें डाल के अच्छे से मिला देगा। നമുക്കിത് തേങ്ങ ഇതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക। തേങ്ങയും റവയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക। നാരിയൽ और सूजी अच्छे से मिला देंगे। കുഴച്ച് വരുമ്പോൾ ചിലപ്പോൾ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് റവയും കൂടെ ഇട്ട് കുഴച്ചെടുത്താൽ മതി। പല സൂചിക്കും പല വെള്ളത്തിൻ്റെ അളവാണ്। सूजी में थोड़ा पानी ज़्यादा हो गया तो और थोड़ा सूजी डालने से हो जाएगा। ഞാനൊരു ബോൾ എടുക്കുകയാണ്। एक बॉल ले रहे। भी थोड़ा तेल एक प्लास्टिक शीट में डाल रहे। ഒരു പ്ലാസ്റ്റിക് ഷീറ്റിനകത്തോട്ട് ഞാൻ ഈ ഇത്തിരി എണ്ണ തേച്ചിട്ടുണ്ട്। थोड़ा तेल लगाया है। दूसरा एक शीट भी डाल के हाथ से थोड़ा सा गर्दन से हो जाएगा। ज़्यादा पतला नहीं करना है। उतनी कट्टी കുറച്ചെടുക്കരുത്। इतनी थिकनेस വേണം। थोड़ा थिकनेस चाहिए। अभी हो गया है। अभी निकालना है। നമുക്കിതെടുക്കാം। നല്ല തിളച്ച എണ്ണയ്ക്കകത്ത് ഇട്ടിട്ട് വേണം ഉണ്ടാക്കാൻ। अच्छे से बॉईल हो गया वो तेल में डालना है। अच्छे से फुल के आया है। നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്। നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം। എടുക്കാം। അടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം। दोबारा डालेंगे। एक बार भी दिखाएंगे। ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാം। നമുക്ക് കുറച്ച് എണ്ണ എടുക്കാം। വേറൊരു എടുത്ത് കൈ വെച്ച് ഒന്ന് ദബായിച്ചാൽ മതി। थोड़ा सा हाथ से ऐसे दबाने से आ जाएगा। देखिए ऐसा आ जाएगा। ज़्यादा पतला नहीं करना है। ഒത്തിരി കട്ടി കുറച്ചെടുക്കരുത്। अच्छे से फुलने से पलटी करना है। നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം। ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം। ऐसे ही सब बनाएंगे। നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റവ പൂരി റെഡി ആയി കഴിഞ്ഞു। ഒത്തിരി ടേസ്റ്റാണ്। നമ്മുടെ സാധാരണ പൂരി ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു डिफरेंट आइटुल्ला टेस्ट है। सूजी का पूरी बहुत बढ़िया टेस्ट है, अलग टेस्ट है। आप दिखाएंगे कैसे है इसका अंदर में कैसा आता है। നല്ല ടേസ്റ്റിയാണ്। മട്ടൻ കറിയുടെ കൂടെ ചിക്കൻ കറിയുടെ കൂടെയാണ് ഏറ്റവും നല്ല। പിന്നെ ഏത് കറിയുടെ കൂടെ ആണെങ്കിലും കോമ്പിനേഷൻ ശരിയാകും। കറി ഇല്ലാതെ വെറുതെ കഴിച്ചാലും ഒത്തിരി നല്ലതാണ്। എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും। ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം। सब लोग एक बार ट्राई करके देखिएगा। प्लीज लाइक शेयर एंड सब्सक्राइब। थैंक यू फॉर वॉचिंग।